ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. പഴം, പിന്നെ മുന്തിരി, ഓറഞ്ച്, പിന്നെ ഒരു റസ്ക് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച കുറച്ച് പാലുണ്ട്, പിന്നെ കുറച്ച് തേൻ ഉണ്ട്, പിന്നെ നമ്മളുടെ അവലുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ ബേസ് എന്ന നിലയിൽ ഞാൻ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ റോബസ്റ്റ പഴമാണ് ഇട്ട് കൊടുത്തത്. റോബസ്റ്റ പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അതിനുശേഷം ഞാൻ ഓറഞ്ചും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്. പിന്നെ മുന്തിരി ഞാൻ വട്ടമാണ് കേട്ടോ അരിഞ്ഞ്, നീളത്തിലല്ല വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതിനുശേഷം റസ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റസ്ക് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഇടാം, പക്ഷേ റസ്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചായക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഹെവി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരത്തെ അത്താഴം അത്രയും കുറച്ച് കഴിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രിക്കൊക്കെ ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് തേനാണ്. തേൻ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇച്ചിരി ലാസ്റ്റ് ഒഴിക്കുന്ന പാലിൻ്റെ കൂടെ ആ ഒരു മധുരം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ ഇത് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും ഇത്ര ഐറ്റംസും മാത്രം. ഇത് ചെറിയൊരു കളർ ചേഞ്ച് കണ്ടോ നിങ്ങൾക്ക്? അത് ഞാൻ കുറച്ച് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ. അത് ഇട്ട് തിളപ്പിച്ച പാലാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് വീണ്ടും അവലിട്ട് ഫില്ല് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തോരം അവൽ വേണോ അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാണ്. എല്ലാം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആവും. നിങ്ങളിതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. റസ്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാര ഇടാത്തതുകൊണ്ട് ഹെൽത്തിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട പാലായതുകൊണ്ട് കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തേനുള്ളത് കൊണ്ട് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ ബൈ.